മാരാത്തർക്ക് അമ്പലത്തിലെ നരസിംഹമൂർത്തിക്ക് മഞ്ഞമാല ഇവിടെ വിശേഷമാണ്. ഇത് വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് നടത്തണത്. അതും 7 ദിവസം 9 ദിവസം ഒക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. പിന്നെ മിക്കവരും അത് കഴിഞ്ഞിട്ടും പിന്നെയും ചെയ്യാൻ പറഞ്ഞ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നടന്നിട്ട് ഒരുപാട് പേര് കല്യാണം നടന്നെന്നും പറഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞവരുണ്ട്. ഇപ്പം ഞങ്ങളുടെ തന്നെ എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിന് തന്നെ കുറേ പ്രായങ്ങളായിട്ട് അവന് കല്യാണം നടക്കണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു ദിവസം വെറുതെ വീട്ടിൽ വന്ന് മാല കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ചേച്ചി മിക്കവർക്കും അറിയാം ഞാൻ അവിടെ ഇരുന്ന് ചെയ്യണത്. അതിപ്പോൾ വേറെ ആൾക്കാർ പറഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറുകമാലയായാലും അല്ലെങ്കിൽ മുക്കുറ്റിമാലയായാലും അതൊക്കെ ഞാൻ അവർക്ക് വേണ്ടി അവർ പറയുമ്പോൾ എനിക്കിവിടെ വന്നിരുന്ന് കെട്ടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതിന് വേണ്ടി പ്രത്യേക സ്ഥലം കണ്ടെത്തി ചെയ്യണത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇന്ന് ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് മാല കെട്ടണേന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവന് കല്യാണമൊക്കെ കഴിഞ്ഞ് എന്നെ ക്ഷണിച്ച് ഞാൻ പോയി. അത് പറഞ്ഞ ഒരു പയ്യൻ ഈ മാളയെല്ലാം കണ്ടുള്ളൂ. അവന് ഒരുപാട് സമയമായി ഗൾഫിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ പാനകം ചെയ്യാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാനകം ഇങ്ങനെ മോനൊരു കാര്യം ചെയ്യും, ഒരു 7 ദിവസം പാനകവും 7 ആഴ്ച പാനകവും ചെയ്യും, 7 ആഴ്ച മഞ്ഞമാലയും കെട്ടിയിട്, നിനക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ അവന് പറഞ്ഞ്. അവൻ ആ 7 ദിവസം അത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവന് ജോലി ശരിയായി. ഇവിടെ ഉത്സവം നടക്കുന്ന സമയമാണ്. അവൻ എന്നെ ഫോൺ ചെയ്തേക്കാം, ചേച്ചി എനിക്ക് ഉത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, എന്നാലും ചേച്ചിയുടെ ഒരു പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടായി, അത് ഭഗവാന്റെ അനുഗ്രഹമാണെന്നും പറഞ്ഞുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ച് ചോദിച്ചോന്ന്. ഞാൻ പറഞ്ഞു, എനിക്കല്ല ഒന്നും വേണ്ടത്, അത് അവിടെ നിന്ന് ഒരാൾ നിശ്ചയിച്ചിട്ടുണ്ട്, അവർക്ക് എന്നെ കൊടുക്കാവൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു ഭഗവാൻ തന്നെയാണ് നരസിംഹമൂർത്തി. എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോഴും എല്ലാവരും വന്ന് പറയും, ഒരു ജോലി കിട്ടാതെ ആയാലും അല്ലെങ്കിൽ ഒരു ജോലിക്ക് തടസ്സം വന്നാലും ഒരു കല്യാണത്തിന് തടസ്സം വന്നാലും ഒക്കെ അവർ പറയും, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇത് ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോൾ എൻ്റെ സമയമില്ലായ്മ, ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ 6:30 ആവും. എന്നാലും രാത്രിയാണ് ഞാനിവിടെ കണ്ണനൊക്കെ വേണ്ടിയിട്ട് മാലയ്ക്ക് ഓടണത്. ആ രാത്രി ടോർച്ചൊക്കെ കത്തിച്ച് പോയി കറകൊക്കെ എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം അത് പ്രധാനമാണ് നമുക്ക് ഗണപതിക്ക്. അപ്പോൾ അത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ മലയാള മാസം 1-ാം തീയതി ഗണപതിക്ക് മുക്കൂറ്റിമാല പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ എല്ലാവരും ആര് പറയണോ അവർക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫലം ഭഗവാൻ കൊടുക്കുന്നുമുണ്ട്.